ഒന്ന് ക്ലിയർ ചെയ്യടാ. ബിലാൽ വീഡിയോ ഇതാരാ? ഇത് നമ്മളെ ബനല്ലേ റിഷാൻ? അല്ല എന്താണ് റിഷാദ്? മറ്റേ ഇത് നമ്മളെ കൊണ്ടോട്ടിയുള്ള പെൺകുട്ടികളെ നിങ്ങൾ കൊണ്ടിടുന്ന തപ്പണ്ട, ഇങ്ങോട്ട് പോരി. ഭാസ്കര കടയൊക്കെ പോരി. പാണ്ടിക്കാട് വി എസിന്റെ ഓഫീസ്, പാണ്ടിക്കാടിന്റെ പ്രൊമോഷൻ ഒക്കെ എടുക്കാൻ തുടങ്ങിട്ടോ കൊണ്ടോട്ടിന്ന് വന്നാണ്ട്. ഭാസ്കര കടയൊക്കെ പോരി. പാണ്ടിക്കാട് വി എസിന്റെ ഓഫീസിന്റെ നേരെ നോക്കുന്ന ചെരുപ്പും കടയാണ്. ഇങ്ങോട്ട് പോരി ഭാസ്കർ. അടിപൊളി ചെരുപ്പാണ്. വില കുറച്ച് നിങ്ങൾക്ക് തരും. ഡിസ്റ്റർമെന്റ് തരും. എനിക്കൊക്കെ കിട്ടി. അത് ഞാൻ ആ കാൽ വിട്ടിരുന്നതാ. നെഞ്ചി പൊടി ചെരുപ്പാണ്. അത് എടാ ഇത് ഇടലേ അറിയുമ്പോ ഇത് ആരടാ ഇവൻ പിന്നെ ഓൻ ഇത് നമ്മൾ കാണണോന്ന് പറഞ്ഞ കാണൂല ബ്രോ, കാണാൻ താല്പര്യമില്ല. ഓൻ കഷ്ടപ്പെട്ട് മനസ്സിലായി 10 രൂപ മേടിച്ചിട്ട് ഇത് കാണിക്കും. അവൻ 10 രൂപ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇത് കാണിക്കും. ഇത് ഞാൻ പറയട്ടെ, റിഷാദ് എന്താടാ ഇവന്റെ പേരെന്തിനടാ? ഇവന്റെ പേരറിയാം നിങ്ങക്ക്? ചാറ്റ് ചിന്നക്കുഞ്ചിയെ പോലെ ഉണ്ട്. ചിന്നക്കുഞ്ചിനെ ചരന്റെ പോലെ ഉണ്ട്. ഇത് ചരന്റെ പോലെ തുടക്കത്തില് അതേപോലെ ഉണ്ട്. നടപ്പുണ്ട്. റിസുക്ക, അതെ റിസുക്ക ഞങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും സപ്പോർട്ട് ചെയ്യണ്ടോ. പാവം ചങ്ങായിയാണ്. ഞാൻ ഇടക്ക് കാണുന്നുണ്ട്, പണ്ടൊക്കെ കാണാനടാ. കിസ്സൻകുട്ടിനെ ഇതേമാതിരി എന്തോ ആരാധിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അത് കാണണ്ടേനു നിങ്ങള്. കിടിലെ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഡ്രേക്ക് മോണ്ടേജോ? ഇത് ഏതാ ഡ്രേക്ക് മോണ്ടേജ്? ഓനിപ്പോ ഭയങ്കര ഫേമസ് അല്ലേ? ട്രിപ്പിൾ സിക്സ് സ്ട്രൈക്ക് ഒക്കെ അത്ര വലിയ സംഭവമായോ? പറഞ്ഞില്ലല്ലോ. ഭയങ്കര സംഭവമായി. എഡിറ്റർ പണ്ട് കുഞ്ഞായിരിക്കുമ്പോ പാടത്ത് ഫുട്ബോൾ കളിക്കും. അന്ന് ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും വലിയ ധാരണയില്ലെങ്കിലും അന്ന് ടീം തിരിച്ചിരുന്നത് മെസ്സി, റൊണാൾഡോ ഫാൻസ് ആരൊക്കെയാണ്. അന്ന് അവരെ മാത്രം അറിയും. പക്ഷെ ഒരു ദിവസം ഒരു ചേട്ടൻ മാത്രം എന്താ ഡ്രേക്ക് ക്യാമിയോ ഷെയ്ക്കോ? എവിടെടാ? ഇല്ലല്ലോ, ഇതിലുണ്ടോ കൊണ്ടുവന്നിട്ടിക്കണോ നിങ്ങള്? ഇവനൊക്കെ ഈ നാസാക്കണത് കുട്ടികളെ ഫുള്ള് ചുണ്ടങ്ങ കടിക്കുക. ബിലാലല്ലേ? എന്തെന്നാടാ ബിലാലെ? പിന്നെ വെയ്യേ എടാ ഇവനെ ഗ്യാങ്ങിന്ന് എടുത്ത് കളയണടാ. കളയണം ബിലാലിനെല്ലാം. സീരിയസ് ആയിട്ട് പറയാം, ഇവനെ ഗ്യാങ്ങിന്ന് എടുത്ത് കളയണം. അറാമിന്റെ പരിപാടിയാണ്. മുകളിൽ ലിങ്ക് ഇട്ടിക്കണതാ. ആരടാ പോയിസാറിന് കളിയാക്കണത് നമ്മളെ? ഇതല്ല ഇപ്പറത്തൊക്കെ നോക്കിയ നോക്ക് ഇത് ഫണ്ണി ബ്രോ. പണ്ടായി ഞാൻ പറഞ്ഞതാ, എല്ലാരും ചാനലും ഇപ്പൊ എടുത്ത് പോവും. നല്ല രീതിക്ക് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ലൈവിൽ ഇരുന്നാണ്ട് ഇങ്ങനെ കുണ്ണല്ലായ്മത്തിനെ പറയുന്നതിന് നല്ല ആക്ഷൻസ് വരുന്നുണ്ടാവും സൂൺ. വലിയ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സ്ട്രീമേഴ്സിന് മൊത്തം ഈ ലൈവിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പറയുന്നതിനുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് കേസുകൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്തോ രമേശ് ചെന്നിത്തല എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ ഓൾറെഡി. എന്താ പറയാ, ഈ ഓൺലൈനിൽ കൂടി ഇങ്ങനെ ഡിഫെയിം ചെയ്യണ എന്തോ ഒരു ഇതിനെ. Z30 ഡ്രേക്ക് നോക്കുന്ന എവിടെടാ ഈ ഡ്രേക്കിൻ്റെത്? ഇതിൽ കൊണ്ടുവന്നിട ആരെങ്കിലും? ഈ ഇതിൽ കൊണ്ടുവന്നിട്ടാണ് ആരെങ്കിലും മറ്റേ തംബ്നെയിൽസിൽ കൊണ്ടുവന്നിടേ? എടാ ഇവനൊക്കെ ദുൽഖർ സൽമാന്റെ ഒപ്പം വെക്കണത്. മാക്ക് എവിടെ? നോക്കിയോടെ ഒന്ന് അടങ്ങാൻ പറയുമോന്നോ? നോക്കിയൊക്കെ എന്താ പ്രശ്നം? മുന്നത്തതൊക്കെ പറയണതാണ്. നോക്കിയനോടൊക്കെ പറഞ്ഞു. നോക്കിയ ഇനി റിപ്പീറ്റ് ചെയ്യൂലെന്ന് ഓൾറെഡി പറഞ്ഞു ഗൈസ്. നോക്കിയ ഇനി റിപ്പീറ്റ് ചെയ്യൂലെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞല്ലോ എന്ത്? അതെ ലൈവിൽ തന്നെ പറഞ്ഞില്ല.
അത് കഴിഞ്ഞു ഇല്ല അത് അത്രേ ഉള്ളൂ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി അപ്പുറത്ത്. ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ കളിക്കാം. അത്രേ ഉള്ളൂ. ഏത് പൊസിഷൻ വേണമെങ്കിൽ എവിടെ ഏത് ഗാങ്ങിൽ വേണമെങ്കിൽ കളിക്കാം. അത് നല്ല അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ ബിലാലിനെ സത്യം ഒരു ഫ്ലോയിൽ വന്നിരുന്നു ചെക്കൻ. ഇന്നും നല്ല തെറിവിളിയായിരുന്നു തുടങ്ങിയ ആരെ നടക്കൂല നോക്കിയ ഇന്നും തെറിവിളിയായിരുന്നു ഫുള്ള് കാണാനില്ല കൈ ഫുള്ളില്ല ഇത് ഇത്രേ ഉള്ളൂ ഇട്ടോണ്ട് link ഇട്ടോ. എന്ത് അതെന്താ സിനിമാറ്റിക്സോ ഇതേപോലെ മുടിയാ എടാ സ്കിപ്പ് നിങ്ങൾ തന്നെയല്ലേ കുറെ പേര് എന്റെ കാണാൻ പറഞ്ഞ മോണ്ടേജ് എന്ന് പറഞ്ഞത് ബോറാണ് ഷെയ്ക്ക് കാമിയാ എന്തേലും ഉണ്ടാവും. നോക്കട്ടെ എന്താന്നുള്ളത് പണ്ടത്തെ ഓർമ്മകൾ. ചില്ല വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്തിനാടാ ഇവന്റെ ഇതിലൊക്കെ എന്തിനാടാ എനിക്ക് റോള് ഞാൻ ഇവനായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ ഇതൊക്കെ മാക്സിമം എപ്പോട്ടോ ഹാഫ് സ്റ്റെപ്പ് ഇവിടെ എന്തല്ലേ MRC കഥ ഹിലാലൊക്കെ അല്ലേ ആ എന്താ കണ്ടാലും മനസ്സിലാവും. നോക്കട്ടെ എന്താന്നുള്ളത് നോക്കാം സെറ്റായിട്ട് കയറി അതന്നെ ഞാൻ പറഞ്ഞത് ആ കുണ്ണ ഏത് കുണ്ടിയിൽ കയറിയാലും ഓനെ കൊണ്ട് മനസ്സിലായോ കുണ്ണനൊന്നും അങ്ങനെ കൊടുത്തു കൊടുക്കില്ല മനസ്സിലായില്ലേ ഇത് ഞാനൊന്നല്ല കഴിച്ചിട്ട് ഇത് എന്റെ പൈസ ഒന്നല്ല അതിനുള്ള എന്തായാലും ഓന് കൊടുക്കും അല്ലാതെ താടി മാത്രം. ഓ അതുപോലെ തന്നെയാണ് ആൾക്ക് നല്ല എന്ന് വെച്ചാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇവനെ പിന്നെ കണ്ടിട്ടേ ഇല്ലടാ ഞാൻ ഇവനെ പിന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഞാനൊക്കെ വലിയ ഫ്രണ്ട്സ്. സത്യം പറയട്ടെ ഡ്രൈക്കിനെ എവിടെ ഏത് കുണ്ടി പോയി കയറിയാലും പണ്ടെന്ന് പറഞ്ഞത് എന്തിനാ വെച്ചാല് രാജുബായിനെ ഇതേമാതിരി അമ്മക്ക് വിളിച്ചിട്ടാണ് അന്ന് ഞങ്ങള് മീറ്റപ്പിന് കൂടിയപ്പോ ഇതേമാതിരി രാജുബായിക്ക് നല്ല രീതിക്ക് ഹേർട്ടായി നമുക്ക് മനസ്സിലായപ്പം അതിനാണ് നമ്മൾ എന്തായാലും അതിന് റിവെഞ്ച് പോലെ ഇവനെ ഹോസ്റ്റേജ് എടുക്കും പറഞ്ഞത് അത് അന്നത്തതാ അല്ലാതെ ഇതിങ്ങനെ ഗ്രഡ്ജ് ആയിങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടുനടന്ന് ഞാൻ ഇവരൊന്നും ഇപ്പൊ ആലോചിച്ചല് പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഞാൻ മൈൻഡിന്നേ വിട്ടണില്ല മൈൻഡിൽ പോലും ഇല്ല ഇവന് പ്ലേ സ്റ്റൈൽ ഗെയിം പ്ലേ വെച്ച് തന്നെ നിങ്ങൾക്ക് ഞാനത് എക്സ്പെൻസിൽ ആവശ്യം പിന്നെ അവന്റെ കഴിവ് നല്ല രീതിയിൽ ഷോക്കേസും ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഗൺ പവർ പ്ലേയേഴ്സിന്റെ കൂട്ടത്തിൽ അവന്റെ പേരും ഇപ്പം ആൾക്കാർ പറഞ്ഞു തുടങ്ങി സോ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും എനിക്കില്ല ബാക്കി ഗെയിം പ്ലേയിൽ തന്നെ നമുക്ക് കാണാം ഞാൻ അധികം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരാളെ പറ്റി സോ വി ആർ വെൽക്കമിങ് ഡ്രേക്ക് 330 ഡ്രേക്ക് ഇതൊക്കെ ഏതാണ് പിറ്റി നമുക്ക് നാളെ തൊട്ട് എന്റെ മോണ്ടേജ് കഴിഞ്ഞില്ലേ കാണുമ്പോ എന്തിനാ എനിക്ക് പറ്റില്ലാത്ത അവിടെ ഞാനാണ് ഡൗൺ ആയത് ഓ ഇതില് ഞാനാണ് ആൾക്കാരാ ഇവൻ എന്തിനാണ് ഇതിനൊക്കെ പിടിച്ചിരിക്കുന്നത് ഒന്നാമത് ഞാനല്ല എന്റെ പൈസ അല്ല ഇത് വേറെ ആരും അവനൊന്നും പറഞ്ഞിട്ടില്ല. ആ കയ്യിലിരിപ്പ് അത്ര നന്നായതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായ എന്റെ കയ്യിലിരിപ്പ് അത്രയും നല്ലതായിരുന്നു
എടാ കക്കൂസ് എഴുപതില് റെക്കോർഡ് കിട്ടിയവനാണ് അവൻ. ബിലാല് പണി കഴിച്ച് അണ്ണാ, സത്യമായിട്ട് അണ്ണാ, ബിലാലിന്റെ അണ്ണാ, പ്രൊഫഷൻ കക്കൂസ് എഴുതിയത്. അണ്ണാ അണ്ണാ പേടിക്കല്ലേട്ടോ അണ്ണാ ഇല്ല അല്ല ഇല്ലല്ല ഞാൻ അണ്ണാ, അതിനെ പേടിക്കല്ലേ? കൂതിമാരൊക്കെ പേടിക്കല്ലേട്ടോ തുടങ്ങി പേട്. പെയ്ഡൊന്നും അല്ലടാ ഇതൊക്കെ ആരെ ചെയ്യുന്ന പോലെ നമുക്കറിയാം. ശരിക്കും ഒരു 2 കമന്റ് ഇട്ട് ചോദിക്കാ അതില ഗെറ്റ് വെൽ ബെറ്റർ അല്ല ഗെറ്റ് വെൽ ബെറ്റർ ഗെറ്റ് വെൽ സൂൺ ഞാൻ എന്റെ അഭിപ്രായത്തില് എന്താ പറയാ റീസെന്റ് ആയിട്ടുള്ള എല്ലാ ഗാങ്സും ഓനെ ഹോസ്റ്റേജ് എടുത്തെന്നാണ് ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്. ഇല്ല ഓൻ ഹോസ്റ്റേജ് ആവത്തിന് ഇല്ല, ഗ്യാങ് ഇല്ല. അബ്ബാസ് ഓഫ് ദ സിറ്റി സത്യം. വിട് വെറുതെ ഞാൻ വൈനൊന്നും പറയുന്നു വേണ്ട. ഓൻ എന്തെങ്കിലും കാണിക്കട്ടെ. ഓന്റെ കണ്ടന്റില് വെറുതെ നമ്മളെ ഇതാക്കി എന്നുള്ള അതിലൊന്നും ഇപ്പൊ ഒത്ത് മൈൻഡ് ചെയ്തിട്ട് പോലില്ല. പ്രണവിന്റെ റോൾ മോഡൽ കണ്ട വരുന്നറിയോ? ആരാ? ഇതൊക്കെ ഇരുന്ന് കാണണ്ട ഇതാണ് ഐശ്വര്യം. നമുക്ക് നോക്കാം. ഇവനൊക്കെ ഫേക്കാ. ഞാൻ പറയല്ലേ പ്രണവെല്ലാം പക്ക ഫേക്കാ. കാത്തോളണേ. കൈ ഇങ്ങനെ പിടിക്കണോ? ഊക്കി ജീവിക്കാടാ ഇവനൊക്കെ. എന്നെ നിങ്ങളിങ്ങനെ ഞാൻ പറയാം, ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് വന്നു എന്ന് ഞാൻ പറയണത് വെച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് മറ്റേ RSL7 അവര് ചെയ്ത അങ്ങനൊന്നും വിചാരിക്കുക. സൈസ് അങ്ങനെ പോണൊരു സാധനം അല്ല ഇത്. ഇത് അങ്ങനെ പോണതല്ല. ഇത് സെർവറിനെ പറ്റി വിവരമുള്ള ആൾക്കാർ ചിലപ്പം അത് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഈ കറണ്ട് സിനാറിയോയിൽ അവരെ ഒന്നും ഇതിനകത്തോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയണത് സെർവറിനെ പറ്റിയും സെർവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നല്ലതുപോലെ അറിയാവുന്ന ആൾക്കാരെ പറ്റിയും അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അതെ, നമ്മള് കുറച്ച് ആൾക്കാർ ഇരുന്ന് റിപ്പോർട്ട് അടിച്ചെന്ന് കരുതിയിട്ട് പോകണതല്ലടാ ഒരു സെർവർ. നമുക്ക് ഇതിങ്ങനെ റിപ്പോർട്ട് അടിച്ചാ പോകുന്നതന്നെ എനിക്കൊന്നും അറിയും കൂടിയില്ല. ബിലാൽ രംഗപ്പൻ ഡൗൺ എന്താണ്? ഹലോ ഹലോ ബിലാൽ ജോൺ കുരിശിക്കലാന്ന്. ആണോ? ബിലാൽ ജോണാ എവിടെയുള്ള? ഞാൻ റേഡിയോ അടിക്കുന്ന കടയെന്ന്. റേഡിയോ മേടിക്കുന്ന കടയില. എന്നാ അവിടെ ഇരുന്ന് മുമ്പ് എല്ലായിടത്തുന്നൊരു പുച്ഛം. ഇങ്ങനെ എന്തിനാടാ ഇവനെ എല്ലാരും പാടെ ഇതാക്കണ എന്തിനാ? ചന്ദ്രൻ ക്ലിപ്പോ? എന്ത് ചന്ദ്രൻ ക്ലിപ്പ്? ഇതാണോ? ഒരു മാക്സിമം 3 ഡേയ്സിനകത്ത് പഴയതുപോലെ RP + PvP കളിക്കാനുള്ള സെർവർ അവിടെ തന്നെ ഉണ്ടാവും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കൂടിപ്പോയൊരു 3 ദിവസത്തിനകത്ത് TV ഇതുവരെ ഇവിടെ കളിച്ചോണ്ടിരുന്ന എല്ലാവരുടെയും പ്ലെയർ ഡേറ്റയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെന്ററിയിൽ ഉണ്ടായിരുന്ന മൊത്തം സാധനങ്ങളും ഒരു സാധനത്തിന് പോലും കുറവില്ലാതെ ബാക്കി ഗ്രൈൻഡിങ്ങും ബാക്കി എല്ലാ സാധനവും എക്സ്ട്രീം ടോപ്പിലൊന്നും പറയണില്ല. 2 ദിവസം 3 ദിവസം മാക്സ്. എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് വില്ലംബ്രോയുടെ കുഞ്ഞിന്റെ 28 കെട്ടാണ്. അപ്പൊ അതിന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഇല്ലല്ല അതുപോലെ ഹോപ്പ് ഫോർ ബെറ്റർ കംബാക്ക്. വെയിറ്റ് ചെയ്യാൻ. ഇല്ല ഞാൻ പറയാം, TDS ഡിസ്മാൻഡിൽ ആയില്ലേ? ഒഫീഷ്യലി ഡിസ്മാൻഡിലായോ? അവര് ഗാങ് ചാറ്റിൽ ഡിസ്മാൻഡിൽ ഇട്ടോ TDS? ഓൾറെഡി ബ്രാവോ ഈഗിളുടെ ലൈവിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ 29 ഗാങ് സ്ലോട്ട് ആവുമ്പം സ്ലോട്ട് ഓപ്പൺ ആക്കി തരാം. നമ്മളെ കഷ്ടകാലല്ലേ, ഈ സാധനം ഒന്ന് ഓപ്പൺ ആക്കി തരുന്നതിന് മുമ്പ് തന്നെ സെർവർ തന്നെ പോയി. ആരെ? നമ്മളെ ബ്രസീൽ കോച്ച് കാർലോ അൻസലോട്ടി ആസ്ട്രിക്സിൽ പണി തുടങ്ങി മക്കളെ. ഇതാരാ? ആൻസലോട്ടി ഇതേമാതിരിയാണോ കാണാന്? TDS ഡിസ്മാൻഡിലായി. ഒഫീഷ്യലി ഡിസ്മാൻഡിലായോ? പറഞ്ഞിട്ടില്ല. അവര് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഉണ്ടല്ലോ അല്ലെ നമ്മളെ ഗ്രൂപ്പിൽ വന്ന്. എക്സ്ലാൻഡിസിൽ ഇട്ടോ? സെർവറിൽ വരുമ്പോ തന്നെ ഇതായില്ലേ? സെർവർ വന്നിട്ടില്ല. ഇല്ല, നാളെ നമുക്ക് എന്താ പറയാ ആസ്ട്രിക്സിൽ കയറിയിട്ട് ഇതേമാതിരി ആക്ടിവിറ്റി കാണിക്കാം. എന്തായാലും നമുക്ക് ടെമ്പററിലി അവിടെ ഗാങ് ആയിട്ട് നമുക്ക് എന്തായാലും റിക്രൂട്ട്സ് എടുത്ത് തുടങ്ങാം. അത് ഇനിയിപ്പം ഡിലേ ആക്കേണ്ട കാര്യം നിങ്ങൾക്കും തന്നെ ഭയങ്കര ബോറിംഗ് ആവും, മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തിരിച്ച് എക്സല് ഒന്ന് സെറ്റായി വരട്ടെ. സെറ്റായി വരുമ്പോൾ നമുക്ക് തിരിച്ച് ഈ റിക്രൂട്ട്സ് എടുത്ത ആൾക്കാരടക്കം നമുക്ക് ആപ്ലിക്കേഷനിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം. എന്താ പറയാ, ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അതായിരിക്കും നല്ലത്.
ഭാഷ റൈസ് വീഡിയോ ഗൈസ് സ്പാം എന്നോ എന്ത് ഭാഷ റൈസ് വീഡിയോ? എടാ ഇവനല്ല ഇന്നലെ കളി നിർത്തി പോവാണ് പറഞ്ഞത് ടക്കായി. ബിലാലെവിടെ? ഇവനൊക്കെ കളി നിർത്തി പോവാണ് guys. കാണാൻ പോയി. എനിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവും തോന്നുന്നില്ല ബിലാലെ. ഞാന് ഈ രാത്രി ആയ ഇവന്മാർക്ക് എന്താ അറിയോ മൂഡ് സ്വിങ്സ് അളകും, മനസ്സിലായോ? Mood swings ആ, കുറച്ചെണ്ണം ഉണ്ട് സത്യം. ഉമ്മാരിങ്ങനെ വന്നാണ്ട് ഇങ്ങനെ ഞാൻ നിർത്തുകയാണ്. ഇന്നലെ ടക്കായിക്കായിരുന്നു. ഇന്നലെ ടക്കായിക്കായിരുന്നു ഇന്നലെ. കാരണം ഇപ്പൊ ഒന്നാമത് ഗ്യാങ് ഇതില് ആവണമില്ല, അത് ഗ്യാങ് ഇതില് എപ്പോഴും ആവാന്ന് ഇതില് അറിയില്ല, വേറൊരുത്തണ്ട് ശരിക്ക് വൈറ്റ് ലിസ്റ്റും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതില് വേറൊരുത്തുണ്ട്. ഓന് ഭയങ്കര മൂഡ് സ്വിങ്സ് ഇടയ്ക്കിടയ്ക്ക്. ഗെയിമിംഗ് ഈസ് നോട്ട് പാർട്ട് ഓഫ് മൈ ലൈഫ് അതാരാ? എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. ചേക്കിന്റെ അതേ ഫോട്ടോയില് 2 ചിറകുണ്ടെന്നേ ഉള്ളൂ. മാലികായിരിക്കും. അതറിയാം, മാലിക് ഈ കുണ്ണയായിരിക്കും അത്. ഇവന് മൂഡ് സ്വിങ്സ് അല്ല, ഇവന് പീരിയഡ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ ഹലോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ തോന്നി. നമസ്കാരം. നമസ്കാരം മാക്കെ. ആസ്ട്രിക്സ് ഗ്യാങ് ആപ്ലിക്കേഷൻ നോക്ക്. ആസ്ട്രിക്സ് ഗ്യാങ് ആപ്ലിക്കേഷൻ മാക്ക് ഇന്നലെ ഇട്ടില്ലേ? ഞാൻ എൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പുറത്തു പോയതായിരുന്നു ഗൈസ് ഡ്രസ്സ് എടുക്കാൻ. പിന്നെ വരാൻ നല്ല ലേറ്റ്. മാക്ക് അല്ലേ അവിടെ ആസ്ട്രിക്സിൽ എവിടെ ഇട്ടത് നോക്കട്ടെ. ആസ്ട്രിക്സ് ഇട്ടില്ലേ? ഇട്ട് ഏറ്റവും താഴെ last. അതെ അതിന് ആസ്റ്റിക്സ് കേറണം, മനസ്സിലായോ? ഞാൻ കേറി അപ്പൊ മൂഞ്ച് KTD ഒക്കെ ഇവിടെ ഇട്ടോ? KTD ഇട്ട് XT ഇട്ട്. KTD ഇട്ടു, XT ഇട്ടു. നെക്സസ് ഇട്ടു, ANB ഇട്ടു. ANB എന്നിട്ട് ഇവിടെ കണ്ടില്ലല്ലോ വെറുതെ. അതവിടെ അല്ലേ? ഇല്ലല്ലോ ANB ഉണ്ട്. നമ്മളത് മോണിറ്ററിംഗ് തന്നെയാണ് അപ്രൂവല്, മണ്ട അല്ലാതെ ഗ്യാങ് അല്ല. ഇതെന്താ 20 ആൾക്കാരടാ? ഇതെന്താ 20 ആൾക്കാര്? ഇതാ ജാക്കി ചാനൊക്കെ പൊന്നാര ബ്ലേക്ക്. അനക്ക് ബ്ലേക്ക് എന്നുള്ള പേരെന്നെ ഏറെയാണ്. എന്തിനാ ജാക്കി ചാനെല്ലാം? ആ തോക്ക് മര്യാദക്ക് പിടിക്കാൻ എനിക്ക് വെക്കൂല, പിന്നെന്തിനാ ജാക്കി ചാന്? അതാണ് ഞാൻ ജാക്കി ചാൻ ആക്കിയത്, മനസ്സിലായില്ലേ? പൊന്നു മാക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പറ. ഇതെന്താ KBFC കുറിപ്പ്? ഇറ്റാലിയ എസ് പവർ അതൊക്കെ ആരടാ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയില്ല ഇറ്റാലിയന്നപ്പോ. മിന്നല് ഇല്ല, എന്നാലും ആൾക്കാര് കമ്മി ഉണ്ടല്ലോ. ഉസ്മാൻ എന്തേ? ഉസ്മാൻ അല്ലേ ഗ്യാങ്ങില്? ഉസ്മാൻ കുണ്ടൻ ചാന. ഓ പക്ഷേ നീ എവിടെ ആയിരുന്നടാ? അല്ല ഇതില് ഗോഡ് ഉണ്ട്, പപ്പടുണ്ട്, ജോഷു അല്ലേ? നീ ഒന്നുമില്ല. നീ എങ്ങനെ ഗ്യാങ്ങില്? നീ ഗ്യാങ്ങിലില്ലല്ലോ ഇതിന്. നിനക്ക് ഏജ് ആയിട്ടുണ്ടടാ ഉസ്മാനെ? വിപ്സി ഇല്ലല്ലോ ഇതില്. കിടു ഇല്ലല്ലോ ഇതില്. ശരണില്ല അപ്പൊ? ചാർലി പ്രണവ് ഉണ്ടോ? പ്രണവ് സേട്ടനുണ്ട്. ബിലാലോ? ബിലാലുണ്ട്. മാലിക്കിന് ഇട്ടിട്ടില്ല. എടാ വൈറ്റ് ലിസ്റ്റ് എടുക്കാത്ത എന്ത് 20 ആൾക്കാരെ വെച്ചാണ്ട് മാത്രം? നീയല്ലേ? നിന്നെ ഗ്യാങ് കളിപ്പിക്കണോന്ന് ആലോചിക്കട്ടെ. നിന്നെ ബോസേന്ന് വിളിക്കണം എന്നല്ലേ പറഞ്ഞത്? നീ സിറ്റി അവിടത്തെ സിറ്റിയില് ഇവിടുത്തെ ബോസ് ഞാനാ, മനസ്സിലായോ? സോറി പറ. നമ്മളെ ഗ്യാങ്ങിൽ ഇല്ലാത്ത ആൾക്കാരെ നമ്മളെങ്ങനെ ഇടുക ഗൈസ്? നമ്മൾ റിക്രൂട്ട്സ് ഒക്കെ എടുത്ത് തുടങ്ങട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ വരുന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ അവിടെ സ്പാം ചെയ്യണ്ട അവിടെ പേര്. ഇപ്പൊ 22 പേരല്ലേ? 22. വേറെ ഇതൊന്നല്ലടാ, നമ്മൾ 26 പേരുണ്ട്. 26 പേരുണ്ട്.
വെയിറ്റ് നമ്മളെ ഇതാവട്ടെ ഗ്യാങ് ഫോം ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മൾ റിക്രൂട്ട്സ് നിങ്ങൾ വിചാരിക്കുന്ന റിക്രൂട്ട്സ് തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളതായ വേറൊരു പ്ലാൻ ഉണ്ട്. 26 പേര് ഷെയ്ക്കും മാക്കും ഇൻക്ലൂഡഡ് അല്ലേ? ആ ലിസ്റ്റിനകത്ത് മെമ്പേഴ്സ് മാത്രം 1 2 3 4 വരുന്നത്. നമ്മളെ മോളിൽ നോക്ക് 25 ഓക്കെ 25 അപ്പടെ മണ്ടത് ഇതാ 1 2 അങ്ങനെ പോയിക്കൂടെ? 25 അല്ലാതെ വേറൊരാളും കൂടി ഉണ്ടല്ലോ. എന്നാലും അത് കിടു കേറിട്ടില്ല. കിടു വൈറ്റ് ലിസ്റ്റ് ഇല്ല. ഓക്കെ 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 ശരൺ കോലീഡർ. ഓക്കെ ചരണ ഞാൻ പറയുമ്പോ ലീഡർ ആക്കാം, അല്ലെങ്കിൽ ഗോഡ് ഫാദർ ആക്കാം ചരണ ഞാൻ പറയുമ്പോ. അതാവുമ്പോ കളിപ്പിക്കണ്ട നമുക്ക്. അതായിരിക്കും നല്ലത്. സ്ലോട്ട് ചെയ്യുന്ന എടുത്ത് കളയാം. ഇക്രു ഇല്ല ഇതില്. ഇക്രുണ്ട്. ഗോട്ട് ഫാദർ ആക്കാം. ഗോട്ട് ഫാദർ അല്ലെങ്കിൽ ഈ ഗോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. കുറച്ച് ബ്രാച്ചുകൽ ഫാൻസ് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഫുട്ബോളിനെ പറ്റി ഇവിടെ ചർച്ച ചെയ്യണ്ട. ഇനി ടീം ജേഴ്സി ഇല്ലല്ലേ ഇനി വേറെ. നമ്മൾ ഫ്രാൻസ് മനസ്സിലായ, നമ്മൾ ഫ്രാൻസുകാരോട് മുട്ടാൻ നിൽക്കല്ലേ. മുട്ടുന്നു എന്ത് ചെയ്യും ശരിക്കും? എന്ത് ചെയ്യും? ഓ നിങ്ങൾ ബ്രാച്ചുകൽസ്. ഓക്കെ ബ്രാച്ചുകൽ പീപ്പിൾസ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എന്നാ നാളെ ഗ്യാങ്ങാവോ മേക്കെ? നാളെ നാളത്തേക്ക് ആക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നാളെ വാറെടുക്കാൻ പറ്റുമോ? നാളെ എടുക്കാം കഴിയട്ടെ, ഞാൻ എടുപ്പിക്കാം. എടാ വെയിറ്റ് ചെയ്ത് നമുക്ക് ആദ്യം റിക്രൂട്ട്സ് ഒക്കെ എടുത്ത് പയ്യെ തുടങ്ങാം. പയ്യെ മതി. ഒന്നും അടങ്ങുന്നില്ലാന്നോ. ഓരോരുത്തരുടെ പേര് ഇവിടെ കൊണ്ടുവന്ന് സ്പാം ചെയ്യണ്ട. ആരെ റിക്രൂട്ട്സ് എടുക്കണം എന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതാവണ്ട. ആരാ? അതാ നല്ല DC എന്തേലും ഇനി നോക്കാണ്ടോ? നമുക്ക് ഫോർസ കളിക്കാം. ഇവനെല്ലാം ഭൂമിന്റെ ഒപ്പം അർപ്പ് ചെയ്തത് ഇന്നലെ. അത് കണ്ടോക്കെയാണ്. നമുക്ക് അവനെ പോകാം. தம்பி சேச்சி சட்டத்தி உள்ளக்கறங்க ஹோஸ்டேஜ் டா എന്നെ ഹോസ്റ്റേജ് എടുക്കുന്നവര് മണ്ടികളും മണ്ടി നമ്മളെ കാണണ്ടാ. നീ ഹോസ്റ്റേജ് ആയാൽ നീ ഏറ്റവും വലിയ ലോകം മണ്ടണ്ടാ. നിന്റെ തമിഴാ? ഓ നാങ്ക തമിഴ് ഹാഫ് ബീഹാർ തമിഴാ? ഇവള് ശരിക്കും മണ്ടിയാണെന്ന് പറയണേല് ഞാൻ പറഞ്ഞില്ലേ. ഹാഫ് ബീഹാർ തമിഴാ? நாங்க 2 க்ரோஸ். என் அப்பா வந்து பீகார், வந்து தமிழ்நாடு. நீங்க எக்ஸார். நானும் சிங்கிள். அது ஒரு தங்கமா பையன் இருக்கு சிட்டில. കാണാൻ വളരെ സ്മാർട്ട് ആയിരിക്കും. കുട്ടിക്കാലത്തെല്ലാം പപ്പു എന്ന് വിളിക്കും. ஒரு நல்ல ஒரு பாட்டு பாடுவா. நீங்க கண்டா இருக்கு. நீங்க നല്ലൊരു തെറ്റ് ചെയ്തിருக்கு. എന്ത് തെറ്റ്? நீங்க நம்ம ഗോഡ് ഷെയ്ക്കനെ നീ എന്താടാ പറഞ്ഞിരുന്നത്? എന്ത് തെറ്റ്? நீங்க நம்ம ഗോഡ് ഷെയ്ക്കനെ നീ ഒന്നും പണയണ്ട. തമിഴ് പറഞ്ഞോളൂ. എനിക്ക് തമിഴ് പറഞ്ഞില്ല. നമ്മ തങ്കമായ മനുഷ്യ ഷേക്കിന് ഇട്ടിട്ട് പോയച്ചടാ. എന്താ ഇത്ര നല്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതാ? ഇതന്നല്ലേ നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഷെയ്ക്കറിനെ നിന്നെ പണ്ട് ബ്രേക്കില്ലടാ. தங்கச்சி அம்மா வந்து வங்க டோனடா ஷேக். நீங்க 2 ஐலண்ட் எப்ஸ்டீன் ஐலண்ட் ஷேக் എന്ന് പറഞ്ഞാ പിയർ ഷേക്ക് എന്ന് சொல்ல மாதிரி ഞങ്ങ വയറ് വേനിക്കുന്നത്. എടാ ഇതൊക്കെ എന്തിനാണ്? പപ്പടത്തിനെ വിളിച്ചാ വീസിൽ വരാ പറഞ്ഞ ജയജയാണത്.
അതെന്താ പക്ഷെ ഇതാരാ ഇപ്പുറത്ത്? മാറിയല്ലോ ഒതുങ്ങി ലിസ്റ്റിക് ഒക്കെ ഇട്ടാണ്. ഇപ്പുറം വേറെ ആരോ ആണല്ലോടാ. എത്ര സൂം വേണം നമ്മള്? അതാരാ? വേറെ സാർക്ക് ഇന്റർമോൺ ബ്ലഫ് ചെയ്യുന്നു. അറിയില്ല ചേച്ചി ഞമുങ്ങി അങ്ങ് അത് കണ്ടപ്പോ. അത് പണ്ടത്തെയാണ് 4 വർഷം. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ എത്ര പ്രാവശ്യടാ ഇത് പെയ്ഡായിരിക്കും, അതായിരിക്കും നമുക്ക് പറയാനുള്ളത്. നല്ല എടാ ഈ വീഡിയോ Save വേണ്ട, മനസ്സിലായ ഈ വിസിൽ കൊണ്ടുവന്നിടണ്ട. കുറച്ച് മാറ്റി വെച്ചാ നമുക്ക്. അതാണ് വിട്ട വളിനെ പി കെ രാംദാസ് എന്ന വൻമരം വീണു. പകരം ആര് ഈ നാടിനെ പത്തിവരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാണ്. മുന്നേ നമ്മളെ ചെറുക്കനെത്തി, മനസ്സിലായോ? ഫ്രാൻസിലാ. നോക്കിയോ ഇന്ന് പ്രോൺസ് ആണോ നോക്കിയോ. ഇന്ന് ആരെ കളിയാ? 12 ഫ്രാൻസും എത്ര മണിക്ക്? യമാല് കളിക്കും, പക്ഷെ ഇന്ന് സ്പെയിൻ അല്ല, ഇന്ന് നമ്മൾ ഫ്രാൻസ് ജയിക്കും. ഇന്ന് നമ്മൾ ഫ്രാൻസ് ജയിക്കും. ഇന്ന് സ്പെയിന് ഫ്രാൻസ് ഇതാണോ റേസിംഗ് വീഡിയോ? എവിടെ കൂടെ ദുൽഖർ സൽമാൻ പിന്നെ സിനിമയിൽ വീഴത്തില്ല. അതാണ് ഞാൻ വീഴും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് വീഴും. ഇപ്പൊ കറക്റ്റ് FPP റേസിംഗ് ആണ് കേട്ടോ. FPP ഇവന്റ് ജയിക്കണം. POV ഒക്കെ കാണിച്ചിട്ട് പ്രൈസ് ഫുൾ തന്നെ. അയ്യോ ഏത് ബാങ്ക്? അതാണ് നേരത്തെ ആ വീഡിയോ, ആ ഫോട്ടോ കണ്ടത് നേരത്തെ. എന്തിനൊരു FPP ഇട്ട് കളിക്കുന്നത്? പ്രണവിനൊക്കെ കാട്ടി പപ്പു ഫസ്റ്റാ. ഇത് കൊള്ളാല്ലേ? ഇതെപ്പോ നടന്ന റേസിംഗ്? ഇന്നലെ. എന്റെ റബ്ബേ കൊള്ളായ. പപ്പു ഫസ്റ്റ്. സെക്കൻഡ് ആരാ? ടിവിയത്തെ. തേർഡ് നീയാ? നീ വീണിട്ട് എണീറ്റ് വന്ന് അതായിരിക്കും. ലാസ്റ്റ് തേർഡായി, മനസ്സിലായി? അതാണോ നിന്റെ ദുൽഖറിന്റെ ഒരു ഫോട്ടോ തേർഡ് ജയിക്കേ. ശരി. ബാക്കിയെല്ലാം എനിക്ക് ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിനെന്താ വഴി? അത് 80,000 എന്ന് പറയും. സ്കൂളിൽ പോയിട്ടില്ലേ അഡ്മിനെ? നീയാണ് അഡ്മിനെ. അഡ്മിനെ ഒരു കിട്ടി അഡ്മിനെ. താങ്ക് യു സോ മച്ച് അഡ്മിൻ. പിന്നെ ഈ സിറ്റി മുഴുവൻ എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു കൊടുക്കണം കുറച്ച് പേർക്ക്. അപ്പൊ എന്താ മാം അഡ്മിൻ ഒരു വഴിയുള്ളത്? പറക്കുന്ന യന്ത്രങ്ങളും എല്ലാം ഉണ്ടോ ഇവിടെ? ഇത് ട്യൂണിങ് പോലെ തോന്നുന്നില്ല നിങ്ങക്ക്? എനിക്കും ട്യൂണിങ് പോലെ തോന്നുന്നു. ഇല്ലേ? ഈ ഒരു സംസാരത്തില് ഇല്ലേ ഒരു ട്യൂണിങ് പോലെ തോന്നുന്നില്ലേ? ഡബ്ല്യു അഡ്മിനാടെ നിക്കട്ടെ, ഇത് അഡ്മിനാട് ഒരു എന്താ പറയാ, ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വണ്ടി ചോദിക്കുന്നതിന് വരെ ഒരു ട്യൂണിങ് പോലെ. പറക്കുന്ന യന്ത്രങ്ങളും എല്ലാം ഉണ്ടോ ഇവിടെ? ഞാൻ വേറൊരു രാജ്യത്തെ ഏറ്റവും മികച്ച ഹെലികോപ്റ്റർ ഡ്രൈവറാണ്. ഏറ്റവും വലിയ വെടി വേറെ രാജ്യത്തെ. അത് എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് തരാമെങ്കിൽ ഞാൻ എല്ലായിടത്തും കൊണ്ട് കാണിക്കാം. ഞാൻ ഏത് HFന്റെ അതാണോ? അത് നോക്കാനൊന്നുമില്ല. ഞാൻ കണ്ടതാ. അതിനെ പറ്റി പറയുന്നുണ്ട്. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ താല്പര്യമില്ല. എന്താടാ മേക്ക് ചെയ്ത്? ബ്രേക്ക് ലൈറ്റോ കണ്ടു കുന്തത്തിന്. മൂട്ടിലെന്താടാ തീയാ? അല്ല അത് ആ മാക്കിന്റെ ഇത് മറ്റേതാന്ന്. ഇത് അയ്യേ ഇതൊക്കെ ഒരു കാലത്ത് പഠിച്ചോനെ.
തോളത്തൊന്ന് അയ്യോ അയ്യോ പണ്ടും ഇതേപോലെ തന്നെ എല്ലാ ടീമിന്റെ ജേഴ്സി ഇട്ട് കളിക്കും. മറ്റേ സീന് അയ്യേ അടിയിലിരിക്കണതാണോ? ടക്കായി 2.0. ഇതൊക്കെ നമ്മളൊരു സമയത്തെല്ലാം രോഗിയായിരുന്നല്ലേ? ഒരു ഞരമ്പനായിരുന്നു. എന്ത് ചെയ്യാനാ ബിലാലൂട്ടെ ഇതെന്താ പെറ്റ് സ്റ്റേഷൻ കണ്ണൂര് ഇത് മറ്റേ ഗൈസ് നമുക്ക് മെക്ക കളിക്കാം അത് കണ്ടോക്ക് ഷെയ്ക്ക്, അത് കണ്ടോക്ക് ഷെയ്ക്ക്, അത് മുരിങ്ങേട്ടനെ കണ്ടോക്ക്. എന്റെ വീട്ടിൽ കയറി എന്റെ പെങ്ങളുടെ പിന്നാലെ നടക്കാൻ മുരിങ്ങേട്ട വെണ്ടക്കേ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. കേട്ടോ, തക്കാളി എന്റെ പെണ്ണാണ്. നീ എത്ര ശ്രമിച്ചാലും അവളെ നിനക്ക് കിട്ടില്ല. വെറുതെ മോഹിക്കണ്ട. എടാ, ഞാനും അവളും ഒരുമിക്കും. ഇന്ന് രാത്രി നീ തന്നെ കണ്ടോളൂ. ഇതൊക്കെ കിഡ്നി ടച്ചിങ് സാധനം ഇവിടുന്നാടാ കൊണ്ടുവരുന്നേ. നെക്സ്റ്റ് പാർട്ട് ദയവ് ചെയ്ത് കൊണ്ടുവന്നില്ല. ഈഗോന്റെ പണിയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഇസ്മായിൽ ഇതെന്താ അമ്പലമുണ്ട് ശരിക്കും. അത് ശരിക്കും ഇത് കാണണ്ട. ശരിക്കും സിറ്റി കയറിയിട്ട് അമ്പലമൊക്കെ കണ്ടിട്ട് ഇത് കാണണ്ടേ? അമ്പലമുണ്ട്. അമ്പലം ശരിക്കും എക്സ്പ്ലോർ ചെയ്താൽ മതി. ഡയറക്റ്റ് നാളെ നോക്കാം. ഈ ടീം ഏതാ? വിട് നമുക്ക് മെക്ക കളിക്കാം. നമുക്ക് മെക്കന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? മെക്കന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. അല്ലെങ്കിൽ ഇത് കളിക്കണോ? ചരൺ വീഡിയോ. എന്ത് ചരൺ വീഡിയോ? ഇത്രയായിരിക്കും ഒരു പേട് ഇറക്കിയിട്ടുണ്ട്. ചരണിന്റെ വീഡിയോ കണ്ടില്ലല്ലോ. ഇതില് ഞാൻ വന്ന ആക്കിനേറ്ററിലൊക്കെ ഞാനുണ്ട്. This one not very strong Gucciang. Miss il patrifo. എടാ ഇത് മറ്റേ തായ്ലാൻഡ് ആയിരിക്കും. അവിടെ ഇമാതിരി കൊറേ ഐറ്റംസ് ഉണ്ട്. അവിടെ ഒരു മറ്റേ വേറൊരു ഷോ അല്ല വേറൊരു ടൈപ്പ് ഷോ സ്റ്റേജ് ഷോ. നിങ്ങൾ വിചാരിച്ചല്ലേ കൈ വേറെ സാധനം ഉണ്ട്. കിടില പോലത്തെ സിനിമ ആയിരിക്കത്തെ സാധനം. വേറെ ഒരു പാമ്പും അല്ല നാറികളെ അവിടെ. പക്ഷെ ഞാൻ പറയട്ടെ, ലൈഫിൽ ഒരു വട്ടം മസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് തായ്ലാൻഡ്. പിന്നെ ക്രാബി, പട്ടായ എല്ലാം കാണണം ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും. അത് അങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ്. അള്ളാന്റെ ദുനിയാവിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവര്. നിങ്ങൾ കാണും, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവേ അല്ല കഴിച്ചു. ഒരു രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു ലോകാണ്. മനസ്സിലായോ? നെക്സ്റ്റ് മന്ത് ഒരു 1 വീക്ക് ഞാൻ ലീവ് ആയിരിക്കും. അയ്യേ മാക്കേ എന്താ 1 വീക്ക് ലീവ് എടുക്കുന്ന അയ്യേ എനിക്കൊന്ന് കാശി രാമേശ്വരം. ഇല്ലല്ല, ഞാൻ കഴിഞ്ഞ എന്നാ ഞാൻ പോയത്? ഞാനൊരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത് പോയിന്. ഞാൻ ബിസിനസ് ട്രിപ്പ് ആയിരുന്നു. അതെ സത്യം, ഞാൻ എന്റെ പാർട്ട്നേഴ്സിന്റെ കൂടെ പോയത്. ഞങ്ങക്ക് സ്പോൺസർഷിപ്പ് ആയിരുന്നു ടൂർ ഫുള്ള്. നമുക്ക് പാക്കേജ് സ്പോൺസർ ആയിരുന്നു. സ്വന്തം സ്കൂൾ കാലഘട്ടത്തിൽ ഫ്രീ ഫയർ എന്ന ഗെയിമിലായി അഡിക്റ്റഡ് ആവും. വേണ്ട പോയാണ്. ഇത് കളിക്കാം, നമുക്ക് മെക്ക കളിക്കാം. ചരൺ വീഡിയോ ഇവിടെടാ. എന്തൊരു കഷ്ടാന്ന് ഈ ചരന്റെ വീഡിയോ കണ്ട്. ഇതാണോ അത്? വണ്ടി എടുത്തോടാ ബോഷേ. അളിയാ ശൂലത്തി പോയാലേ ഇപ്പം. പേടിക്കും. ഒന്നും പറയാനില്ല. എവിടെ ഗൈസ് ഇവന്റെ വീഡിയോ ഇവിടെ? ഹാപ്പി മാക്. ഇത് കോലാന്നടാ മാക്ക് നീ.
ഇത് ഞാൻ കണ്ടാണ്. ഇത് ഞാൻ കഴിച്ച് ഇത് ഞാൻ വിട്ടുകൊടുത്തതാണ് ആക്ച്വലി അന്ന് ഞാൻ വിട്ടുകൊടുത്തത്. സീരിയസ്ലി ഞാൻ വിട്ടുകൊടുത്തത്. അല്ലാതെ ആരാ എഡിറ്റ് ചെയ്ത് നോക്കി ശരിക്കത് മാക്കഡിക്സ് ഞാൻ പറഞ്ഞില്ല, എല്ലാം മാക്കഡിക്സ്. മാക്കിന്റെ സ്വന്തം പ്രൊമോഷൻ പേജാണ്, ആരും പേടിക്കണ്ട. മാക്കിന്റെ സ്വന്തം PR ടോപ്പ്. എവിടെയാ ചരണ്ട് വീഡിയോ? ഇതാണോ കോലീഡർ ചിന്തത്തിൽ? എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരാ സാറേ. ചെറിയ ഗുണ്ടായിസം പോലും മെൻഷൻ ചെയ്യാതെ എന്ത് വാറണ്ട് സാറേ. പിന്നെ ഈ കിടതാപ്പ് കൊണ്ടുവരുന്നവൻ ഇത്രയും സ്റ്റാറൊന്നും പോരാ, കുറെ കൂടെ സ്റ്റാർ. ഗ്യാങ് ഉള്ളവര് മാസം അടിക്കും, അല്ലാത്തവർ ഇങ്ങനെ തൂറിക്കിടക്കും ഇവിടെ. അതെന്ത് ക്ലിപ്പ് ആയിരുന്നു കേട്ടോ. ഇറങ്ങാവോ? ഓ അപ്പോത്തിന് റീലോഡ് സ്ക്രീൻ എടുത്താ. തൂയിക്കൊട്ടുമാരെ കഴിഞ്ഞ വണ്ടിനെ ഫുള്ളും കൊള്ളാലോ. ചേർന്ന് കോലീഡർ ആക്കിയെന്ന നമ്മള്. അല്ല സ്പോട്ടർ പോയെന്നാ കേട്ടെ. മാക്കേ എന്തോ